everyone, welcome back to Xylem Learning. It's me Jimshad. ഉറപ്പാണ് ഈ വരുന്ന ആനുവൽ എക്സാമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ചോദിക്കുക. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ചതാണ്, പിന്നെ പോയത്തിൽ നിന്നെങ്കിലും ചോദിക്കാൻ വേണ്ടല്ലേ. സോ അതിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ അപ്രീസിയേഷൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിലേക്ക് കാണാൻ വന്നിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഇത് അയച്ചു കൊടുക്കുക, സെറ്റൊക്കെ പവറാക്കുക. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 2023 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2023 ദി ബാലഡ് ഓഫ് ഫാദർ ഗിലിഗന്റെ ആ ഒരു അപ്രീസിയേഷൻ എഴുതാൻ വന്നിട്ടുണ്ട്. 5 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ 2024 ദി ബാലഡ് ഓഫ് ഫാദർ ഗിലിംഗ് വന്നിട്ടുണ്ട്. യെസ്, ആ ഒരു സെയിം ആ ഒരു 3 പാസേജ് തന്നെയാണ് കൂടുതൽ സ്റ്റാൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതല്ല, ഇനി നമുക്ക് പോയട്രി ആവട്ടെ, മദർ ടു സൺ ആവട്ടെ, ലൈൻസ് റിട്ടൺ, ഏർലി സ്പ്രിംഗ് ആവട്ടെ, ബ്ലവിംഗ് ഇൻ ദ വിൻഡ് ആവട്ടെ, ഏത് ചാപ്റ്ററിൽ നിന്നും ഇതുപോലെ അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ കഴിയും. ആ 5 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വിതിൻ ഫ്യൂ മിനിറ്റ്സ്. നോക്കിക്കോ, ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീസിയേഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നോക്കിയോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിനുശേഷം ഇൻട്രൊഡക്ഷൻ മെൻഷൻ ദ ടൈറ്റിൽ ഓഫ് ദ പോം. ആ ഒരു കവിതയുടെ ടൈറ്റിൽ, എന്താ ടൈറ്റിൽ? ഇപ്പൊ പോയട്രി ആവട്ടെ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആവട്ടെ, ഏതാവട്ടെ അതിന്റെ ആ ഒരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം പോയറ്റിന്റെ നെയിമും ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ദിസ് ഈസ് എ പോം റിട്ടൺ ബൈ ദിസ് പേഴ്സൺ. ഏത് കവിതനെ നമുക്ക് എഴുതാലോ, ഏത് കവിതയാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ദിസ് ഈസ് ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ, ദിസ് ഈസ് ദ പോം ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ റിട്ടൺ ബൈ ഡാഷ്, അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. അതിനുശേഷം ബ്രീഫ്ലി സ്റ്റേറ്റ് ദ തീം ഓഫ് ദ പോം. ഈ ഒരു കവിതയുടെ തീം എന്താണ്? ഓരോ കവിതക്കും അതിൻ്റെതായ തീമുണ്ട്. ആ തീം എന്താണെന്ന് വളരെ ചുരുക്കിയിട്ട് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ അങ്ങോട്ട് ചുരുക്കി എന്താക്കുക, ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നതാണ് മെയിൻ പോയിന്റ്. ഇതിലൊക്കെ ഏകദേശം സെയിം പാറ്റേൺ ആണെങ്കിൽ നമ്മുടെ സമ്മറി ഓഫ് ദ പോം ചെയ്യുന്നതിൽ മിക്ക സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ 3 പാസേജ് ആണ് തരാറുള്ളത്, 3 സ്റ്റാൻസയാണ് തരാറുള്ളത്. അപ്പൊ ഓരോ സ്റ്റാൻസ്, ചിലപ്പോൾ 2 സ്റ്റാൻസ് തരാം, അല്ലെങ്കിൽ 4 സ്റ്റാൻസ് തരാം. ഏത് സ്റ്റാൻസ് ആണെങ്കിലും ആ സ്റ്റാൻസയെ ഓരോ പാരഗ്രാഫ് വൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും അത് വായിച്ചു നോക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കവിതയാണ്, അതുകൊണ്ട് എന്തായാലും അതിനെപ്പറ്റി കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. അത് നിങ്ങൾ എന്താക്കുക, അത് എവിടെ കൊടുക്കുക. എക്സ്പ്ലെയിൻ ദ മെയിൻ ഐഡിയ ഇൻ സിമ്പിൾ വേർഡ്. ഇത് വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള സിമ്പിൾ വേർഡ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്ക്രൈബ് ദ ഇമോഷൻ ഓഫ് മെസ്സേജ് കൺവേഡ്. അതിലൂടെ എന്തൊരു മെസ്സേജ് ആണ് പോയറ്റ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ എന്താക്കുക, അത് അവിടെ എഴുതി കൊടുക്കുക. ലാസ്റ്റ് വൺ സിമ്പിൾ. ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ പോയട്രിയിലൊക്കെ അതുപോലെ തന്നെ ബ്ലോവിംഗ് ദ വിൻഡിലൊക്കെ എന്താക്കുന്നുണ്ട്, കുറെ സിമ്പിൾസ് പറയുന്നുണ്ട്. അപ്പൊ അതും എന്താക്കുക, ജസ്റ്റ് ആ ഒരു സമ്മറി ഒരു സെഗ്മെന്റിൽ, രണ്ടാമത്തെ സെഗ്മെന്റിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യുക. ക്യാനൻ ബോൾസ് ഉള്ളത് എന്താണ് മെൻഷൻ ചെയ്യുന്നത്, ഡവ് എന്നുള്ളത് പീസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ക്യാനൻ ബോൾസ് വാറാണ്, അങ്ങനെ എന്താണോ അവിടെ സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് മെൻഷൻ ചെയ്യുക. ഇത് ഓപ്ഷനബിൾ ആണ്. എല്ലാത്തിലും അങ്ങനെ സിംബൽസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടായേക്കാം, മിക്കതിലും ഉണ്ടായേക്കാം. അപ്പൊ എന്തായാലും അതിലൊരു മെസ്സേജ് കൺവേ ഉണ്ടാവും, അത് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റത്തെ 3 പോയിന്റ് ആണ് പോയറ്റിക് ഡിവൈസസ്. നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചതാണ്. എന്തൊക്കെയുണ്ടടാ? യെസ്, ഇമേജറി, അലിട്രേഷൻ, പെർസോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ തുടങ്ങിയിട്ട് ഓക്സിമറോൺ, അതുപോലെ തന്നെ മെറ്റോണിമി തുടങ്ങിയുള്ള കുറച്ച് ഇതുപോലത്തെ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അതിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് ഇതിൽ ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യുക. അതോടുകൂടി ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. 4ാമത്തെ ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ. ഏത് കവിത എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ ഒരു സ്പെസിഫിക് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ചിലതൊക്കെ ഫ്രീ വേഴ്സ് ആയിരിക്കും, അല്ലെ? ഐ തിങ്ക് പോയട്രി ഒക്കെ ഫ്രീ വേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അതുപോലെ ഓരോ കവിതക്കും ഫ്രീ വേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ എത്ര സ്റ്റാൻസ് ഉണ്ട്, ആ സ്റ്റാൻസിൽ ഇത്ര വരികളുണ്ട്, അത് ഫ്രീ വേഴ്സ് ആണ്, അതിന് റൈം സ്കീം ഇല്ല, റൈമിംഗ് വേർഡ് ഇല്ല എന്നൊക്കെയാണെങ്കിൽ അതങ്ങ് എഴുതി കൊടുക്കുക. യെസ്, അതായത് കമന്റ് ഓൺ ദ പോയറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്, ടോൺ ആൻഡ് റിതം. അതിന്റെ എങ്ങനെയാണ് റിതം, അതിൽ പോയറ്റിക് ഡിവൈസ് അല്ല, നമ്മുടെ റൈം സ്കീം ഉണ്ടോ, റൈമിംഗ് വേർഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായി കൊടുക്കുക, അതിൽ മെൻഷൻ ചെയ്യുക ഈ ഒരു സെഗ്മെന്റിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്രീസിയേഷന്റെ ഒരു പൂർണ്ണത വരുന്നത് ഇവിടെയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ്, ആ പോയറ്റ് എഴുതിയതിന്റെ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ആ ഒരു പേഴ്സണൽ റെസ്പോൺസ് അവിടെ എഴുതി കൊടുക്കുന്നതോട് കൂടിയിട്ട് വാല്യുവേഷൻ ചെയ്യുന്ന ആളുടെ മൈൻഡിൽ ഒരു സാധനം വരും. യെസ്, ഇവന് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്, സോ ഇവൻ എന്താക്കാം, നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാം എന്നുള്ളൊരു സൈക്കോളജി അവിടെ വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഫ്രെയിം ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഒരു ഫ്രെയിം ചെയ്തിട്ട് ഒരു സാധനം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കവിതയുടെ പേരും ആ കവിത എഴുതിയ ആളുടെ പേരും ആ ഒരു ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കിടിലൻ ആ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാൻ പറ്റും. കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ SSLCയുടെ വാട്സ്ആപ്പ് ചാനലിന്റെ
ഈ ഒരു QR കോഡാണ്. ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് എത്തും SSLCയുടെ. അത് നിങ്ങൾക്ക് പിന്നീട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ധാരാളം കാര്യങ്ങൾക്ക് ഉപകരിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. എല്ലാ അപ്ഡേറ്റ്സുകളും ഇതിൽ വരുന്നതായിരിക്കും. സോ ധാരാളം കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നോട്ട്സും കാര്യങ്ങളും അത് പോൾ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. SSLC വാട്സ്ആപ്പ് ചാനലിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്. ദ ഫ്രെയിം, ആ ഒരു ഫ്രെയിം ആണ് അപ്രീസിയേഷൻ ഓഫ് ദ പോം ഓഫ് ദ ഡാഷ്. ആ ബ്രാക്കറ്റിൽ ഇട്ട സ്ഥലത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട സെഗ്മെന്റ് വരുന്നത്. അപ്പൊ ദ പോം ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ഡീപ് ഇമോഷൻ ആൻഡ് തോട്ട്സ് ക്യാപ്ചറിംഗ് ദ എസെൻസ് ഓഫ് ദ പോയറ്റ്സ് ഫീലിംഗ്. ഓക്കെ, ഏത് വേണമെങ്കിലും എഴുതാൻ പറ്റും, ഏത് കവിതയിലും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണത്. ഇറ്റ് ടേക്സ് എ റീഡർ ഓൺ ജേർണി ത്രൂ ദ വിവിഡ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് മീനിങ്ഫുൾ ഐഡിയാസ്. ആ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഏതൊരു പോയത്തിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സ്റ്റാർട്ടിങ്ങിൽ ആ പോയത്തിന്റെ പേര്, ആ ഓതറുടെ പേരും കൂടി മെൻഷൻ ചെയ്ത് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ദ സെൻട്രൽ തീം, രണ്ടാമത്തെ ആ ഒരു സമ്മറി ചെയ്യുന്ന സെഗ്മെന്റ് ആണ്. ദ സെൻട്രൽ തീം ഓഫ് ദ പോം റിവോൾവ്സ് അറൌണ്ട് ദാറ്റ്. എന്തൊക്കെ എഴുതിക്കണം? നേച്ചർ ആണോ, ലവ് ആണോ, ഹോപ്പ് ആണോ, ലൈഫ് ആണോ, സ്ട്രഗിൾ ആണോ, എക്സ്ട്രാ, അതുപോലെ ഏതാണോ അതിന്റെ മെയിൻ തീം എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. The poet conveys an important message encouraging readers. റീഡേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി കുറെ മെസ്സേജുകൾ അതിലുണ്ട്. എന്താ മെസ്സേജ് ഉണ്ട്? ആ ഒരു പോയറ്റിന്റെ തോട്ട് എന്താക്കുക, അവിടെ ജസ്റ്റ് എന്താക്കുക, നമുക്ക് എന്താണ് പോം പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളത്, അതിൽ എന്തൊരു മെസ്സേജ് ആണുള്ളത് അവിടെ ആ ഒരു ബ്രാക്കറ്റ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ കൊടുക്കാൻ പറ്റും. നോക്കിക്കോ, ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇനി ഒറ്റ സ്ലൈഡ് ഉള്ളത്. The poet uses simple yet effective language to create a lasting impact. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എഫക്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുക. Okay, the choice of the words, rhythm and structure make the poem engaging. അത് ഏതിലും എഴുതി കൊടുക്കാൻ പറ്റും. കാരണം അതിന്റെ സ്ട്രക്ചർ കാരണം നമ്മൾ എൻഗേജിങ് ആയി പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റും, നല്ലതാണെന്ന് പറയാൻ പറ്റും. യൂസ് ഓഫ് ലിറ്റററി ഡിവൈസസ് ലൈക്ക്, അതിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടെത്തിയുള്ള പോയറ്റിക് ഡിവൈസസുകൾ, ഇലിസ്ട്രേഷനോ സിമിലിയോ മെറ്റഫർ എന്തായാലും ഉണ്ടായിരിക്കും. അതെന്താക്കുക, ഈ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്യാം. ആഡ്സ് ദ ബ്യൂട്ടി ഓഫ് ദ പോം. അങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഭംഗി കൂടുന്നു എന്ന് കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദ പോം evokes a strong emotion response in the reader. It makes us feel. എന്ത് ഫീലിംഗ് ആണ്? നേരത്തെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. മെൻഷൻ ഇമോഷൻസ്, ഹാപ്പിനെസ്സോ സാഡ്നെസ്സോ ഇൻസ്പിറേഷൻ നൊസ്റ്റാൾജിയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാൻ പറ്റും. ആൻഡ് ഹെൽപ്പ് us to connect with the people's thought. ജനങ്ങളുടെ തോട്ടുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് ആ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് overall the poem leaves a deep impression with a powerful message. ഏത് പോയിട്ട് കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഡീപ്പ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ, ആ ഒരു കവിയുടെ എക്സ്പ്രഷൻ ആണ് അവർ കാണിക്കുന്നത്. ഇറ്റ്സ് എൻ എൻജോയബിൾ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് പീസ് ദാറ്റ് റിഫ്ലെക്ട്സ് വിത്ത് റീഡർക്ക് ഭയങ്കര റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത് തോട്ട് പ്രൊവോക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രെയിമിൽക്ക് നിങ്ങൾക്ക് ഏത് കവിത എഴുതി കൊടുത്തു കഴിഞ്ഞാലും, അത് ഏത് കവിത എഴുതി കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ 4 ആവട്ടെ, അതുപോലെ തന്നെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആവട്ടെ, ഏത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് സെറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ലൈക്ക് നേരെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ തന്നെ നമ്മളൊരു പോം അത് എഴുതി അങ്ങ് ശീലിച്ചാലും ഏത് പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ വേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇതുപോലെ ധാരാളം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ. താങ്ക് യു.